ഇന്ന് നമ്മൾ പഠിക്കുന്നത് കസ്റ്റമർ റിട്ടൻഷൻ സീക്രട്ട്. ഒരു കസ്റ്റമറെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നമ്മൾ എങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? നമുക്കൊരു പുതിയ കസ്റ്റമറെ കിട്ടുന്നതിനുള്ള കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ വളരെ ഹൈ ആയിരിക്കും. നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറെ നമ്മുടെ കൂടെ നിർത്തുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. ഒരു ബിസിനസ് ഓണർ, ഒരു സെയിൽസ്മാൻ കിട്ടിയ കസ്റ്റമറെ ലൈഫിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ കസ്റ്റമർ ലൈഫ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതെങ്ങനെ നിലനിർത്താൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. റെഡി? യെസ്. അതിനാദ്യം നമ്മൾക്ക് അറിയേണ്ടത്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 80% നമ്മുടെ ഫ്യൂച്ചർ പ്രോഫിറ്റ് കിടക്കുന്നത് ഇപ്പോഴുള്ള നമ്മളെ എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ 20%. എന്താ അതിൻ്റെ അർത്ഥം? അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്നുള്ളത്. ഒരു കാരണവശാലും വന്ന കസ്റ്റമറെ നമ്മൾ കൈവിട്ട് പോകരുത്. അപ്പോൾ ഈ കസ്റ്റമറെ നമ്മൾ നിലനിർത്തുന്നതിന് മുന്നേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു കസ്റ്റമർ നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിട്ടിട്ട് പോകുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ? ഒരു 100 പേരുള്ള ഒരു കസ്റ്റമർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ 1% ആളുകൾ നമ്മെ ഇട്ടേച്ച് പോകുന്നത്, മരിച്ചു പോകുന്നു. ആ കസ്റ്റമർ മരണപ്പെട്ടുകൊണ്ട് പോകുന്നു. 100ൽ 1%. നമ്മൾ എന്താ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമർ നമ്മളെ വിട്ടിട്ട് പോകുന്നത്? അതിൽ 1% എന്ന് പറയുന്നത് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. രണ്ടാമത്തെ 3% എന്ന് പറയുന്നത് അവരുടെ ഈ ഇൻഡസ്ട്രി തന്നെ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ അവരതിൽ നിന്ന് പോയി കാണും. ദേ ലീവ് ഫ്രം ദറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ആ 3% അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കസ്റ്റമർ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണെന്ന് പോകുന്നതിൽ 1% നമ്മൾ പഠിച്ചു. 3% അവർ പോകുന്നത് അവർ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? യെസ്.